ആനയുണ്ടെന്നോ? നീ കണ്ടിട്ടുണ്ടോ ആനയെ? നിന്റെ ഉപ്പുപ്പാക്കുണ്ടായിരുന്ന ആനയുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര കൊമ്പനായിരുന്നു. അത്രയും വലിയ ആനയൊന്നും അവിടെ പോയി. അതൊക്കെ പണ്ടേ ചത്തു പോയില്ല പെണ്ണേ. അതിന്റെ തഴമ്പ് ഇപ്പോഴും ഈ കയ്യിലുണ്ട്. ആവശ്യമായും കുഞ്ഞിപ്പാത്തുമായും വലിയ ചർച്ചയിലാണല്ലോ. ഇന്നും ഉപ്പുപ്പാണ് ആന തന്നെയാണോ താരം? നീ ഞങ്ങളെ കളിയാക്കേണ്ട നിസാറേ. നിന്റെ പുസ്തകത്തിലുണ്ടോ ഞങ്ങളുടെ ആനയെ പോലെ ഒരു സംഭവം? ഉപ്പുപ്പാക്ക് ആനയുണ്ടായിരുന്നതൊക്കെ ശരി, അതുകൊണ്ട് ഇപ്പോഴത്തെ നിങ്ങൾക്ക് എന്തുപകാരമാണുള്ളത്? അതെന്താ നിസാറേ അങ്ങനെ പറയുന്നത്? നമ്മൾ വലിയ തറവാട്ടുകാരല്ലേ. എന്റെ ഉപ്പുപ്പ പണ്ട് മൺപാത്രങ്ങളിൽ നെയ്യ് സൂക്ഷിച്ചിരുന്നു. അത് കൂട്ടിയാണ് ഞങ്ങൾ ചോറ് തിന്നിരുന്നത്. ഉമ്മച്ചി, എനിക്കും വേണം കുറച്ച് നെയ്യ്. ആ നെയ്യൊക്കെ പണ്ടേ തീർന്നു പോയി. ഉമ്മ നെയ്യ് തിന്നതിന്റെ തഴമ്പ് നോക്കിയിരുന്നാൽ നിന്റെ ഇപ്പോഴത്തെ വിശപ്പ് മാറില്ല. പഴയ അന്ധവിശ്വാസങ്ങളും പൊങ്ങച്ചങ്ങളും കെട്ടിപ്പിടിച്ചിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എനിക്കും വേണം നിസാറേ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ. നിങ്ങൾ പറയുന്നതിലും കാര്യമുണ്ട് നിസാറേ. പഠിച്ചാലേ വലിയ ആളുകളാവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഉപ്പപ്പയുടെ ആന പോയെങ്കിൽ പോകട്ടെ. നമ്മുടെ മക്കൾ അറിവുള്ള വലിയ ആനകളെ പോലെ വളരട്ടെ. പഴമയുടെ തടവറയിൽ നിന്നും അറിവിന്റെ വെളിച്ചത്തിലേക്ക് വഴി നടത്തിയ ബേപ്പൂർ സുൽത്താനുവിനെ പ്രണാമം. ബഷീർ എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. ആളെ മനസ്സിലായില്ലേ? വൈക്കം മുഹമ്മദ് ബഷീർ, എ വെരി ഒറിജിനൽ റൈറ്റർ, എക്സെപ്ഷണലി ബ്രില്യന്റ്. ജീവനുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് തന്റേതായ ഒരു കഥാപ്രപഞ്ചത്തിന് ഇവിടെ പിറവി കൊടുത്തുകൊണ്ട് ഞാൻ ബേപ്പൂർ സുൽത്താൻ എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ നേരെ കീഴിലുള്ള മറ്റൊരു ഉപദൈവം എന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ്. ആ അവകാശപ്പെടൽ എന്ന് പറയുന്നത് ആ ജീവിതം നമ്മുടെ മുമ്പിൽ അവശേഷിപ്പിക്കുന്ന ബാക്കി പത്രത്തിന്റെ പോലുള്ളതാണ്. ബഷീറിന് മരണമില്ല എന്ന് മലയാള ഭാഷയെ വിന്യസിക്കുന്ന തലമുറകൾ ഏറ്റുപറയുന്നതും അതുകൊണ്ടാണ്.